ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ. വേരഞ്ചുള്ളികൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഷോക്ക് അടിക്കുന്നതുകൊണ്ട് ഇലക്ട്രിസിറ്റി നിരോധിക്കണമെന്ന് പറയുന്നത് പോലെയുള്ള ചില രസകരമായ ആചാരങ്ങളാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മേയറിൻ്റെ വായിൽ നിന്ന് വന്നത്. നൈറ്റ് ലൈഫ് നിരോധിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ആ വാർത്തയാണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് പോവാം. നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുന്നതാണ് സർക്കാർ നയം. ബീച്ചിൽ നൈറ്റ് ലൈഫ് നടപ്പാക്കി കോഴിക്കോട് ബീച്ചിനെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്ന് പുതിയ ബജറ്റിൽ കോഴിക്കോട് കോർപ്പറേഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ നൈറ്റ് ലൈഫിനോട് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പിന് അത്ര താല്പര്യമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഛേദോ വികാരമെന്ന്? അതിന് പിന്നിൽ പ്രവർത്തിച്ച കാര്യം കുറച്ച് ദിവസങ്ങളായിട്ട് കോഴിക്കോട് കോവൂര് ഭാഗത്തുണ്ടായ ചില വിഷയങ്ങളാണ്. അതായത് അവിടെ രാത്രിയാകുമ്പോഴേക്കും കടകൾ സജീവം, പ്രത്യേകിച്ച് തട്ടുകടകൾ പോലുള്ള ആഹാര സാധനങ്ങൾ വിൽക്കുന്ന കടകൾ സജീവമാകും. ആളുകൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു. അർദ്ധരാത്രി കഴിഞ്ഞും പിന്നീട് അങ്ങോട്ട് പോകും. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല കച്ചവടം നടക്കുന്ന ഒരു സമയമാണ്. അതേസമയം അവിടെ താമസിക്കുന്ന സമീപവാസികളായ ആളുകൾക്ക് ഇത് വലിയ ശല്യമായിട്ട് തീരുന്നു എന്നാണ് പറഞ്ഞത്. അവർ ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് ഇവിടെ ഈ മയക്കുമരുന്നിന്റെ കച്ചവടത്തിന്റെ പിന്നിൽ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ നൈറ്റ് ലൈഫ് ഇവിടെ അനുവദിക്കരുത്, എത്രയും പെട്ടെന്ന് ഈ കടകളൊക്കെ പൂട്ടണമെന്ന് പറഞ്ഞ് ഒരു സംഭവം ഉണ്ടായി. അതിന് പിന്നാലെ ഈ കടക്കാരും നാട്ടുകാരും തമ്മിൽ തർക്കം ഉണ്ടായി. കടക്കാർ നാട്ടുകാരെ ആക്രമിച്ചെന്ന് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി കടക്കാരുടെ കടകൾ തല്ലിപ്പൊളിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. അങ്ങനെ സംഘർഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നൊരു തീരുമാനം ഞാൻ മനസ്സിലാക്കുന്നത് 11 മണിക്ക് ശേഷം കടകൾ അടച്ചു പൂട്ടണം എന്നൊരു തീരുമാനം എടുത്തു എന്നുള്ളത്. എന്താണല്ലേ? അപ്പൊ അതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ കോഴിക്കോട് മേയർ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവർ പറഞ്ഞ അഭിപ്രായം അവരുടെ വായിൽ നിന്ന് തന്നെ കേട്ടു നോക്കാം. അതിനി നമ്മൾ ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് അത്ര പറ്റൂല എന്നിപ്പോ ഏകദേശം മനസ്സിലായല്ലോ നമുക്ക്. അതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് ആലോചന നമുക്ക് എല്ലാ തലത്തിലും, ജുഡീഷ്യറിയും അതുപോലെ പോലീസും അതുപോലെ കളക്ടറും കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, നമ്മുടെ മാത്രം പ്രശ്നമല്ല ഇത്. അപ്പോൾ അവരൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് ആലോചിച്ചുകൊണ്ട് ഈ നൈറ്റ് ലൈഫിന് തടയിടാത്തിടത്തോളം ഇത് ഇനിയും പെരുകും. ആഹാ, എത്ര മനോഹരമായിട്ടുള്ള കൺക്ലൂഷൻ അല്ലേ? ഒരു വിഷയമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് നൈറ്റ് ലൈഫിനെ പറ്റിയ ഒരു സ്ഥലമാണെന്ന രീതിയിലാണ് കോഴിക്കോട് ബീച്ച് നൈറ്റ് ലൈഫിന് വേണ്ടി വികസിപ്പിക്കാനുള്ള തീരുമാനമെടുത്താൽ അവിടെ പ്രത്യേകിച്ച് സ്ട്രീറ്റ് ലൈറ്റ്സൊക്കെ കൊണ്ടുവന്നു. രാത്രി വ്യാപാരങ്ങളൊക്കെ സജീവമായിട്ടുള്ള ഒരു സംഭവമാണ്. സാധാരണ ഇതിൽ ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് രാജ്യത്ത് പല സ്ഥലത്തും ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് കോഴിക്കോട് മാത്രമുള്ള ഒരു സംഭവമൊന്നുമല്ല. അതിനെയാണ് ഇവർ പറയുന്നത് ഈ ഒരു സംഭവത്തിന് അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ രാജ്യത്തിന് യോജിച്ചതല്ല നൈറ്റ് ലൈഫ് എന്ന്. നമ്മുടെ രാജ്യത്തിന് പിന്നെന്താ യോജിച്ചത്? വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും എല്ലാവരും വീടിനകത്ത് കയറുക, വാതിലടക്കുക, എല്ലായിടത്തും പ്രാർത്ഥനയോ അല്ലെങ്കിൽ വല്ല നാമജപോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക. ഇതാണോ നമ്മുടെ സംസ്കാരം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? ഈ തള്ള വൈബ് എന്ന് പറയുന്നത് പറയിപ്പിക്കുകയാണ്. ഇപ്പം നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് താഴെയുള്ള ജനറേഷൻ പറയുന്നത് അന്ധവൈബാണെന്ന് പറയും, അല്ലെങ്കിൽ തള്ള വൈബാണ്, അമ്മായി വൈബാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അമ്മാവൻ്റെ പേര് പറയാറുണ്ടല്ലോ, കേശവമാവൻ്റെ രീതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇലക്ട്രിസിറ്റി അതിൽ നിന്ന് ഷോക്ക് അടിക്കുന്നു എന്നുള്ളതുകൊണ്ട് KSEB അടച്ചുപൂട്ടേണ്ടി വരുമോ നമ്മളിനി. അപ്പോൾ അവിടെ മയക്കുമരുന്ന് വ്യാപാരങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് ലൈഫ് ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. നൈറ്റ് ലൈഫ് ഇല്ലാതാക്കിയാലാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ ലോകത്തെ എത്ര സിറ്റിയിൽ നൈറ്റ് ലൈഫ് ഇല്ലാതാക്കണം? ലോകത്തെ കാര്യം ഇന്ത്യയിൽ എത്ര സിറ്റിയിലുണ്ട് ഈ സംഭവം? ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി, മുംബൈ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പൂനെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നൈറ്റ് ലൈഫ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. കൊച്ചിയുടെ കാര്യം ഇപ്പോൾ കൊച്ചി ബാംഗ്ലൂർ പോലെ അത്ര ഇതായിട്ട് കണ്ടിട്ടില്ല എങ്കിലും കൊച്ചിയിൽ അത്യാവശ്യം ഇപ്പം മറൈൻ ഡ്രൈവ് ആയാലും ക്യൂൻസ് വാക്ക് ആയാലും വലിയ കുഴപ്പമില്ലാതെ നൈറ്റ് ലൈഫ് ഉണ്ട് അവിടെ. അതേസമയം തന്നെ ഇതിന് ഡാർക്ക് സൈഡിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ടാവും. അത്തരം പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കിയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ നൈറ്റ് ലൈഫാണോ ഇല്ലാതാക്കേണ്ടത്? ഇതിപ്പോൾ എലിയെ പേടിച്ച് ഇല്ലം ചുടണമെന്ന് പറയുന്ന പോലെയാണ്. ഇമാതിരി ലോജിക്കൽ ആൾക്കാരൊക്കെയാണ് ഭരണത്തിലുള്ളതെങ്കിൽ വൻ കോമഡി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഒരു ലൈസൻസും ഇല്ലാതെ ഇറങ്ങി പോരുക വൈകുന്നേരം വീട്ടിലേക്ക് ഓരോ നുണയും പറഞ്ഞിട്ട്, എന്നിട്ട് ഇങ്ങനെ രാത്രി മുഴുവനും ഈ ബീച്ചിലും അവിടെ ഇവിടെയും കറങ്ങി നേരം വെളുക്കുമ്പോൾ അവർ ബസ്സിൽ വീട്ടിൽ പോവാണ്. ഈ ഒരു അവസ്ഥ മാറണം. കുട്ടികൾക്ക് നുണ പറയാതെ പുറത്തു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയല്ലേ ചെയ്യേണ്ടത്. അതായത് നൈറ്റ് ലൈഫിനെ കുറിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇതുപോലുള്ള തള്ള വൈബ് ചിന്താഗതികൾ, തന്ത വൈബ് ചിന്താഗതികൾ, കേശവൻ മാമൻ ചിന്താഗതികളൊക്കെ ഇല്ലാതാക്കിയല്ലേ വേണ്ടത്. നേരത്തെ പറഞ്ഞാൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിന് തടയിടേണ്ടതാണ് സർക്കാരിൻ്റെ കടമ. അല്ലാതെ നൈറ്റ് ലൈഫ് തടയിടുകയാണോ സർക്കാരിൻ്റെ കടമയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മേയറുടെ കടമയെന്ന് പറയുന്നത്? ഈ രാത്രി കുട്ടികൾ നൈറ്റ് ലൈഫിന് ഇറങ്ങിത്തിരിക്കുന്നത് എന്തോ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ചെയ്യാൻ ഇറങ്ങുന്ന പോലെയെന്ന. അത് ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാണ് പലയിടത്തും. ഞാനത് ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ളത് ദുബായിലായിരുന്ന സമയത്താണ്. ചില വീക്കെൻഡ്സുകളിൽ നമ്മൾ അവിടെ ബീച്ചിൽ പോകും. രാത്രി മുതൽ രാവിലെ വരെ ബീച്ചുകൾ ഓപ്പൺ ആണ്. ഒരുപാട് ആളുകൾ വന്നിരിക്കും.
ബാംഗ്ലൂർ ആണെങ്കിലും വീക്കെൻഡ്സിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ടൈം ഫോർ നൈറ്റ് ലൈഫ്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണ്ടേ മേയറെ? അല്ലാതെ പണ്ടെങ്ങാനുമുള്ള ആചാരം നമ്മുടെ സംസ്കാരത്തിന് ചേരാത്തൊരു സംഭവമാണ് നൈറ്റ് ലൈഫ്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ഉണ്ടെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ഇല്ലാതാക്കണം. അതിന് ഈ തട്ടുകട തുറന്നു വെച്ചിരിക്കുന്ന തട്ടുകടക്കാർ അടച്ചു കൂട്ടുക, 11 മണിക്ക് അടച്ചു കൂട്ടുക, നൈറ്റ് ലൈഫ് ഇല്ലാതാക്കുക, ഇത് ഏത് കോപ്പിലെ ലോജിക്കാണ്? അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകളുടെ പ്രതികരണം നമുക്ക് കണ്ടു നോക്കാം. എങ്ങനെയാണ് ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു പൊതുവെ നമുക്ക് കൂടി വരാണല്ലോ, അപ്പൊ അത് വേണമെന്നാണോ ആഗ്രഹം, അല്ലെങ്കിൽ ഇങ്ങനെ ആഘോഷങ്ങൾ വേണ്ടെന്നുള്ളത്? ആഘോഷങ്ങൾ വേണം, അതല്ല ഇപ്പൊ എല്ലാവർക്കും വേണ്ടത്. അതാണ് എന്റെ അഭിപ്രായം. കോഴിക്കോടേക്ക് വന്നപ്പോ ഈ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു, ഇഷ്ടായി. ഞങ്ങൾ ഒരുപാട് നേരം കടപ്പുറത്തൊക്കെ നിന്ന് ഇരുന്നിട്ടാണ് വെളുക്ക് വന്നത്. കുറെ വൈകിട്ടാണോ പോവുക? കുറച്ച് ലേറ്റ് ആയിട്ട്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതിൽ ലഹരി ഒന്നും വരുന്നില്ല. ഇതിപ്പോ നൈറ്റ് ലൈഫ് നമുക്ക് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ബീച്ച് വന്നിരിക്കുക, എല്ലാ കാര്യത്തിലും നമുക്ക് എൻജോയ് ചെയ്യാം. അതിലെങ്ങനെ ലഹരി വരുന്നത്? ലഹരി ഓരോരുത്തരുടെ ഒരു ചിന്താഗതി, ഓരോരുത്തർ ഇതിലേക്ക് പോകുന്നു. അതിലേക്ക് പോകാനുള്ളവർ അതിലേക്ക് തന്നെ പോകും. അല്ലാത്തൊരു ഫുഡ് അതുപോലെ തന്നെ പുറത്ത് വരും, വൈബാക്കി അങ്ങനെ പോകും. നൈറ്റ് ലൈഫ് അത്യാവശ്യമാണ്, കാരണം ജനങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ. കുറെ ആൾക്കാർ പഠിക്കുന്ന ആൾക്കാരാണ്, ആ സ്ട്രെസ്സൊക്കെ ഒഴിവാക്കണം. പക്ഷെ അതിന്റെ പിന്നിൽ ലഹരി മാഫിയ അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ബാലൻസ് ആയിരിക്കണം. ഒരു 10 ഇവർ പറയുന്ന ടൈമിന് റെസ്ട്രിക്ട് ചെയ്ത് തന്നെ 10:30 അല്ലെങ്കിൽ ആ ടൈം വരെ കച്ചവടം ചെയ്യും. ഇവർക്ക് കച്ചവടം ചെയ്യണമല്ലോ. അങ്ങനെ ബാലൻസ് അപ്രോച്ച് ആയിരിക്കണം. എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾക്കൊന്നും ഇതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ആളുകൾ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രെസ്സൊക്കെ ഉണ്ടാവാറുണ്ട്. സ്ട്രെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ IT കമ്പനിയിൽ സുഖമല്ലേ, വെറുതെ ഇരുന്നാൽ പോലെ, ചുമ്മാ കമ്പ്യൂട്ടർ മുമ്പിൽ കുത്തിയിരുന്നാൽ പോലെ എന്ന് പറയും. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. അതൊക്കെയാണ് പലപ്പോഴും പല കമ്പനികൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നത്, ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് വെൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ ഫ്രൈഡേ വർക്ക് കഴിഞ്ഞിട്ട് ലേറ്റ് നൈറ്റ് ഉറങ്ങുമ്പോഴേക്കും ഒരു 11-12 മണിയൊക്കെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയി കൂട്ടുകാരായിട്ട് പോയി, മറൈൻ ഡ്രൈവിലാണ് കുറച്ചും കൂടെ നേരം ഉള്ളത്, അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ ചില മോട്ടേൽസ് പോലുള്ള സംഭവങ്ങളാണ്, അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങോട്ട് സംസാരിച്ച് പിരിയുമ്പോഴേക്കും മനസ്സിനുണ്ടാവുന്ന ഒരു അയവുണ്ട്. ഇപ്പം ഇതിനകത്ത് ഒരു ലേഡി പറഞ്ഞ കാര്യമാണ് ബീച്ചിൽ രാത്രി വന്നിരിക്കുന്ന കാര്യം. പണ്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്ന ആ ഒരു കാര്യം. പണ്ടൊക്കെ ബീച്ചിൽ പോകുന്ന പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ പുതുയിപ്പിലൊക്കെ നമ്മൾ ബീച്ചിൽ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണിയാകുമ്പോൾ ഇറങ്ങുന്നു, നമ്മളൊരു 4 മണിയാകുമ്പോൾ ബീച്ചിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസിൽ കയറുന്നു, ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നു, പിന്നെ ഒരു കുറച്ച് നേരം ബീച്ചിൽ കളിക്കും. അസ്തമനത്തിന് മുമ്പ് സൂര്യൻ അസ്തമിക്കാറായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആൾക്കാർ തിരിച്ചു പോകാൻ തുടങ്ങും. അതൊരു ചിന്താഗതിയായിരുന്നു. കുടുംബങ്ങളായിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബങ്ങളൊക്കെ വീട്ടിൽ കയറണം. അതിനുശേഷം ഇപ്പോൾ അവിടെ ബീച്ച് ടൂറിസം സമ്മേളനം വന്നു. ആദ്യമൊക്കെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഒരു 8-9 മണിയാകുമ്പോഴേക്ക് ആൾക്കാർ തിരിച്ചു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എത്ര വൈകിയായാലും, അതിനെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്, കുടുംബങ്ങളൊക്കെ എത്ര വൈകിയാലും അവിടെ ബീച്ചിലിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു, അവിടെ ബീച്ചിൽ നടക്കുന്ന പല കലാപരിപാടികളും കാണുന്നു, അവിടെ ഭക്ഷണമുണ്ട്, തട്ടുകടകളുണ്ട്, കാർണിവലുണ്ട്, ഇതൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്നു. കാലം മാറി, അങ്ങോട്ട് ഈ മേയറൊക്കെ എത്തിപ്പെടണം. അപ്പോൾ അതിൽ മറ്റൊരു പെൺകുട്ടി പറഞ്ഞ കാര്യമാണ്, മയക്കുമരുന്ന് അടിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ നൈറ്റ് ലൈഫ് ഇറങ്ങുന്നത്. അതാണ് ആ ചിന്താഗതി. ഈ തള്ള വൈബ് തന്ത വൈബിൻ്റെയൊക്കെ ചിന്താഗതി അതാ. കുട്ടികൾ രാത്രി ഇറങ്ങിയാൽ തന്നെ പോയിട്ട് മദ്യവും മയക്കുമരുന്നിട്ടിരിക്കുക എന്നുള്ളതാണ്. നൈറ്റ് ലൈഫ് എന്ന് പറയുന്നൊരു റിലാക്സേഷനാണ്. ആ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾക്കൊരു പകലില്ലാത്തതിൻ്റെ ഒരു വൈബ് രാത്രിയുണ്ട്. ഇപ്പോൾ എന്ത് നൈറ്റ് വൈബ് എന്ന് പറഞ്ഞ് മീഡിയ കൊണ്ടൊരു ടൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ബോധമുണ്ടോ ഈ ടൈറ്റിൽ ഇടുന്നവനൊക്കെ? ആ വൈബ് മനസ്സിലാക്കിയാലേ, അല്ലെങ്കിൽ ആ വൈബിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ആ ഒരു ഭക്ഷണവും ചെറിയ ചെറിയ ഷോപ്പിങ്ങുകളൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂരാണെന്നുണ്ടെങ്കിലും പല സ്ട്രീറ്റുകളിലും പല ലേഔട്ടുകളിലും ഓരോ ആഘോഷങ്ങൾക്ക് അനുബന്ധിച്ച് പ്രത്യേകമുള്ള അറേഞ്ചേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അത് ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഓടിയിടുന്ന മയക്കുമരുന്ന് നിൽക്കുകയാണോ? മയക്കുമരുന്നും മദ്യം വേണ്ടവർ ഇതെല്ലായെങ്കിലും പോയി ചെയ്യും. ഇപ്പോൾ ഉത്സവപ്പറമ്പിൽ കിലിക്കുത്ത് നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. ഇപ്പോൾ പോലീസ് വന്നാൽ പിടിച്ച് മാറ്റാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ കണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിലിക്കുത്തും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്. അത് നടക്കുന്നുണ്ടെന്ന് കരുതി നമുക്ക് ഉത്സവം നിർത്തലാക്കാൻ പറ്റുമോ? ഇപ്പോൾ പല ഉത്സവങ്ങളുടെയും സമയത്ത് കൂട്ടുകാരൊക്കെ ചേർന്ന് മദ്യപിക്കാറുണ്ട്, പെരുന്നാളും ഉത്സവമൊക്കെ വരുമ്പോൾ. അപ്പോൾ നമ്മൾ പെരുന്നാളും ഉത്സവമൊക്കെ നിരോധിക്കണോ? ഓണം, വിഷുവും, ക്രിസ്മസും, ദീപാവലിയൊക്കെ വരുന്ന സമയത്ത് വൻതോതിൽ മദ്യവിൽപ്പന നടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓണവും ക്രിസ്മസും ഒക്കെ നിരോധിക്കേണ്ടി വരുമോ? എന്താണ് റൂട്ട് കോസ്? അതല്ലേ പരിഹരിക്കേണ്ടത്. ഈ മദ്യവും മയക്കുമരുന്നും വരുന്ന സോഴ്സുകൾ അതടക്കുകയും അത് കുട്ടികളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത് ഇല്ലാതാക്കുകയും ചെയ്യാണ് വേണ്ടത്. അതല്ലാതെ നൈറ്റ് ലൈഫ് നമുക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലായില്ലേ? നമ്മുടെ രാജ്യത്തിന് പറ്റിയല്ല, ഞങ്ങൾ അടിച്ച് വിടുകയാണ്. മേയറൊക്കെ ഏത് ലെവലിൽ നിന്ന് ചിന്തിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഗ്രോ അപ്പ്. ദിസ് ഈസ് 2025. ന്യൂ ഇയർ കഴിഞ്ഞു. അല്ലെങ്കിൽ ആ സമയത്ത് ഹാപ്പി ന്യൂ ഇയർ 2025 പറയായിരുന്നു നിങ്ങളുടെ അടുത്ത്. ആളുകൾ ഇതൊക്കെ ജീവിതത്തിൽ ആഘോഷിച്ച് പോകുന്നവരാണ്. അതിനു വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അതാണ് ഗവൺമെൻറ് ഉത്തരവാദിത്വം. അവർക്ക് സെക്യൂർഡായിട്ട് അത് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലുള്ള മദ്യം മയക്കുമരുന്ന് പോലുള്ള ലോബികളിലേക്ക് ഇതുപോലുള്ള ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള നൈറ്റ് ലൈഫുകൾ അവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ ഉണ്ടാക്കുന്നിടത്താണ് ഭരണകൂടത്തിൻ്റെ കഴിവ്, അല്ലാതെ ഇതൊക്കെ നിരോധിക്കുന്നതിലല്ല. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.